എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു യാത്ര പോവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കാരണവിശേഷങ്ങളും പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഓരോ കാറിനും ഓരോ കഥയുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തെ നിരവധി റോഡുകളിൽ തൻ്റെ അടയാളം പതിപ്പിച്ചൊരു മോഡലിനെ പറ്റിയാണ്. അത് ഹ്യുണ്ടായി എലാൻട്രയാണ്. അപ്പോൾ നമ്മളിന്ന് എലാൻട്രയ്ക്കകത്താണ് യാത്ര ചെയ്യുന്നത്. എലാൻട്രയെ പറ്റി പറയുകയാണെങ്കിൽ 1990കളിൽ തുടക്കത്തിൽ ജനിച്ചതാണ് നമ്മുടെ എലാൻട്ര കാറ്. ഇത് വർഷം വളരുന്നതിനൊപ്പം കാറും വളർന്നു. ഇന്നൊരു നല്ലൊരു സ്റ്റൈലിഷ് ഡിസൈനൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് 1990 ഹ്യുണ്ടായി ആദ്യമായി എലാൻട്ര പുറത്തിറക്കിയപ്പോൾ ആ കാലത്ത് ഒരു കോമ്പാക്ട് സെഡാൻ വിഭാഗത്തിൽ ആണ് നമ്മുടെ ഈ എലാൻട്ര ഇറങ്ങിയത്. അക്കാലത്ത് ഈ കോമ്പാക്ട് സെഡാനിൽ അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നു, നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അത്ര കോമ്പറ്റീഷൻ ഉള്ളൊരു മാർക്കറ്റ് ആണെങ്കിൽ പോലും നല്ലൊരു പെർഫോമൻസും നല്ല യാത്രാസുഖവും ഒക്കെ എലാൻട്രയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ എലാൻട്ര ഇറങ്ങിയപ്പോൾ തന്നെ 1990കളിൽ തന്നെ എല്ലാവരും ഈ വണ്ടി സ്വീകരിക്കപ്പെട്ടിരുന്നു. അത് മിക്ക ആ കാലത്തെ ഒരുപാട് പേരുടെ ആദ്യ ഫാമിലി കാറായിരിക്കും എലാൻട്ര. അതിനുശേഷം കാലം മുമ്പോട്ട് പോയി അതിനോടൊപ്പം തന്നെ എലാൻട്രയും വളർന്നു. എലാൻട്രയ്ക്ക് അതിനുശേഷം രണ്ടാം തലമുറ വന്നു, 3 വന്നു, 4 വന്നു. ഇപ്പം നമുക്ക് നിലവിൽ അഞ്ചാമത്തെ ജനറേഷനാണ് നമുക്കിപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന വണ്ടികളൊക്കെ. അതിനൊപ്പം തന്നെ നമ്മുടെ ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് മാറിയപ്പോൾ എൻജിൻ പെർഫോമൻസ് നമുക്ക് കൂടി, അതുപോലെ സസ്പെൻഷൻ കൂടി, കംഫർട്ട് കുറച്ചുകൂടി ബെറ്ററായി, ഇന്റീരിയർ ഫീച്ചേഴ്സ് എല്ലാം മെച്ചപ്പെട്ടു. 2000 ആണ്ടുകളിൽ നമ്മുടെ എലാൻട്ര ഒരു ഗ്ലോബൽ സെഡാനായി അംഗീകരിക്കപ്പെട്ടു. അത് നമ്മുടെ റഷ്യ, യൂറോപ്പ്, അമേരിക്ക എല്ലായിടത്തും ഒരു ഗ്ലോബൽ സെഡാൻ എന്ന രീതിയിൽ നമ്മുടെ എലാൻട്ര വിൽക്കപ്പെട്ടു. അതിനുശേഷം നമ്മുടെ 2010 അടുത്ത ഫേസ് ലിഫ്റ്റ് വണ്ടിക്ക് വരുന്നത്. 2010 പുറത്തിറങ്ങിയ വണ്ടിയാണെങ്കിൽ നമ്മുടെ ഹ്യുണ്ടായി എല്ലാവരും 2010 ശേഷം ഫ്ലൂയിഡിക് ഡിസൈൻ ആയിരുന്നു. ആ ഫ്ലൂയിഡിക് ഡിസൈൻ ഹ്യുണ്ടായി കൊണ്ടുവന്നു. അത് മിക്ക മോഡലിലും നമ്മുടെ ഇയോൺ മുതലുള്ള എല്ലാ മോഡലും ഫ്ലൂയിഡിക് ഡിസൈനാണ് കൊണ്ടുവന്നത്. എലാൻട്രയും ഡിസൈൻ കൺസെപ്റ്റ് കുറച്ചുകൂടെ ബെറ്ററാക്കി. ആ ഡിസൈൻ വന്നതോടെ പല രാജ്യങ്ങളിലും കാർ ഓഫ് ദി ഇയർ എലാൻട്ര ആയിരുന്നു നമ്മുടെ 2010 കാലഘട്ടത്തിൽ. അങ്ങനെ കാർ ഓഫ് ദി ഇയർ ആയിട്ട് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് അതിന് 2015 ഒരു ചെറിയ ഫേസ് ലിഫ്റ്റ് വന്നു. വീണ്ടും നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. ചെറിയ മാറ്റങ്ങളൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നു. അതിനുശേഷം 2016 ആയപ്പോഴത്തേക്കും 5ാം ജനറേഷൻ വന്നു. 5ാം ജനറേഷനാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന, നമ്മളിപ്പോൾ റോഡ് ഓടുന്ന എലാൻട്രയൊക്കെ 5ാം ജനറേഷനാണ്. 5ാം ജനറേഷൻ ആയപ്പോഴത്തേക്കും കുറച്ചും കൂടെ കംഫർട്ടൊക്കെ കൂട്ടി, പെർഫോമൻസ് കൂട്ടി, വണ്ടിയിൽ ടെർബോ ഒക്കെ കൊണ്ടുവന്നു. അത്യാവശ്യം അങ്ങനെ മാറ്റങ്ങൾ